Because the video's going live only now in the chat. So, I'll see you there. നിന്നെ കടിക്കാതെ വീടല പറയാ ನಮ್ಮೆಲ್ಲರ ಲಯನ್ಸ್ ಕ್ಲಬ್ ವತಿಯಿಂದ ಅವರಿಗೆ ಶುಭವನ್ನು ಹಾರೈಸ್ತಾ ಅವರು ಇನ್ನಷ್ಟು ಕಾಲ ಜನರ ಸೇವೆಯನ್ನು ಮಾಡಲಿ, ಅವರ ಆರೋಗ್ಯ ಇನ್ನಷ್ಟು ಉತ್ತಮವಾಗಿ ಇರಲಿ, ಎಲ್ಲರೊಂದಿಗೆ ಒಳ್ಳೆಯ ಒಡನಾಟದಲ್ಲಿ ಆರೋಗ್ಯವಂತರಾಗಿ ಇರಲಿ ಅಂತ ಹಾರೈಸ್ತಾ ಶ್ರೀ ದೇವರು ಅವರಿಗೆ ಇನ್ನಷ್ಟು ಶಕ್ತಿಯನ್ನು ಕೊಡಲಿ ಅಂತ ನಾವು ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ಶ್ರೀ ನಮ್ಮ ದೇಲಂಪಾಡಿ ಪಂಚಾಯತಿನ ಜನಾನುರಾಗಿ ಡಾಕ್ಟರ್ ಜನಾರ್ದನ್, ಪರಿಚಯ ಇಲ್ಲದವರು ಈ ಊರಲ್ಲಂತೂ ಎಲ್ಲಿ ಇಲ್ಲ, ಮುಳ್ಳೇರಿ ಹಾಗೂ ಅನೇಕ ಕಡೆಗಳಲ್ಲಿ ಅವರು ಸೇವೆಯನ್ನು ಸಲ್ಲಿಸಿದಂತಹ ವ್ಯಕ್ತಿ. ಒಳ್ಳೆಯ ಫ್ರೆಂಡ್ಲಿ ಮ್ಯಾನ್, ಅಂದರೆ ತುಂಬ ಒಂದು ಸ್ನೇಹಜೀವಿ. ನಾನು ಕನ್ನಡದಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದೇನೆ, ಮಲಯಾಳಿ ಸ್ವಲ್ಪ ಕಷ್ಟ ಆಗ್ಬೋದು, ಹಾಗಾಗಿ ತುಂಬ ಸ್ನೇಹಜೀವಿ. ನಾವು ತುಂಬ 125 വയസ്സ് വരെ ഇതുപോലെ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റട്ടെ എന്ന് സർവേശ്വരനോട് നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം. പറയാനെന്ത്, വേർഡ്സ് ആർ ഫിൻ ഹാർട്ട് ഈസ് ഫുൾ എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്. സിമ്പിൾ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ് ഇൻ ദ ഗോൾഡൻ റൂൾസ് ഓഫ് ലൈഫ് ഇൻ അവർ. ഡാക്ടർ അത്ര സിമ്പിൾ ലിവിങ് ആണ്, ഹൈ തിങ്കിങ് ആണ് അയാളുടെ ജീവിതത്തിൽ ചെയ്തത്. എനിക്ക് പരിചയപ്പെട്ടത് ലയൺസ് ക്ലബിൻ്റെ നമ്മളെ ഈ സംഘടനയിലാണ്. പെട്ടെന്ന് പരിചയപ്പെടുമ്പോൾ ഞാൻ വിചാരിച്ചു ഡാക്ടർക്ക് ഭയങ്കര സ്റ്റാറ്റസ് ഉണ്ടോ, അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവുമെന്നു. അയാൾക്ക് ഒരു നല്ല ഭാവി കിട്ടട്ടെ, അയാളുടെ ഫാമിലിക്കും അയാളുടെ മക്കൾക്കും എല്ലാം നല്ല രീതിയിൽ ആശംസിക്കൊണ്ട് ഇന്ന് നമുക്ക് കിട്ടിയ ഈ അവസരം നല്ല സുഖമായിട്ട് ഈ മാലിന്യേശ്വര ക്ഷേത്രത്തിലാണ് നമുക്ക് കിട്ടിയത്. അടുത്തുള്ള മാലിന്യ ക്ഷേത്രം അടൂർ എല്ലാ രീതിയിലും അനുകൂലം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അയാളെ ഈ പെരുന്നാളിൽ എല്ലാം നമ്മളെ വിശ്വസ് അയാൾക്ക് ലയൺസ് ക്ലബിൻ്റെയോ വ്യക്തിയെങ്കിലും എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ബഗിലും കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ബാക്കി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പരിചയമുള്ളതാണ് ഡോക്ടറെ. എന്നാലും ഇപ്പം ലയൺസ് ക്ലബിൽ 5 വർഷമായതുകൊണ്ട് വർഷത്തിനുള്ളിൽ ഡോക്ടറും ഫാമിലിയായിട്ട് അടുത്ത നല്ല ബന്ധം പുലർത്തുന്നത്. അതേപോലെ തന്നെ ഫാമിലിയുമായി തന്നെ ലതക്ക എല്ലാവരും ലയൺസ് ക്ലബിൽ സഹകരിച്ച് നല്ല രീതിയിൽ പോകുന്നു. ലയൺസ് ഇൻ്റർനാഷണൽ ലോകത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ സംഘടനയാണ്. നമ്മൾ സദാ ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുന്നവരാണ്. ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുമ്പോൾ ആയുസ് കൂടും. ആയുസ് കൂടാനുള്ള പ്രധാന കാരണം ഒത്തൊരുമയാണ്, ഒത്തുകൂടലാണ്. ഏകദേശം നമുക്ക് 7 മണിക്ക് തുടങ്ങി 11:30 വരെ ഇവിടെ എത്തിയ മുഴുവൻ നമ്മുടെ പരിസരത്തിലെ അടൂരിൻ്റെ ഉള്ളൂരിൻ്റെ
സർവ്വജനങ്ങളും ഒപ്പം ലയൺസ് ക്ലബ്ബ് ഓഫ് മുള്ളേരിയയുടെ കുടുംബാംഗങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു വലിയൊരു ഓർമ്മിക്കാൻ പറ്റുന്ന ജീവിതത്തിൻ്റെ അപൂർവമായ ഒരു ഏടായി മാറ്റാൻ കഴിഞ്ഞ ഒരു ദിനമാണ് ഇന്ന്. മൊബൈലില്ലാത്ത സമയത്ത് യാതൊരുവിധ ചെറിയ ഒരു ഓലമേഞ്ഞ വീട്ടിൽ നിന്ന് താമസിക്കുന്നവരെ അടുത്ത് പോയി നടന്നുകൊണ്ടുപോയി ചികിത്സ ആരംഭിച്ച അദ്ദേഹം ഇന്ന് ഉയരങ്ങളിലും ഇന്ന് ആധുനിക ടെക്നോളജി നല്ലോണം വളർന്നിട്ടുണ്ട്. അതനുസരിച്ച് ഒരുപാട് ഡോക്ടേഴ്സ് പുതിയതായിട്ട് നമ്മുടെ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ പഴയത് എന്നുള്ളത് നമുക്കൊരിക്കലും മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇൻ ദി ക്ലോത്ത്സ് ന്യൂ ആർ ബെസ്റ്റ് എന്ന് പറയുന്ന പോലെ തുണി ആണെങ്കിൽ വസ്ത്രങ്ങളാണെങ്കിൽ അതിൽ നമ്മൾ ഗുഡ്. അപ്പോൾ ഇറ്റ് ഈസ് എ ഫാബുലസ് മൂമെൻറ്റ് ഇൻ അവർ ലൈഫ്. ഇത് മെമ്മറബിൾ ആണ്. ഇറ്റ് വിൽ ബി മെമ്മറബിൾ. നമുക്ക് ഓർമ്മ പറഞ്ഞനുസരിച്ച് 75-ാം വാർഷികം നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളും അതോടൊപ്പം ഒത്തുചേർന്നു. നമുക്ക് കിട്ടിയ ഒരു മഹത്തായ ഭാഗ്യമാണ് ഈ വർഷം അദ്ദേഹത്തെ കാണാനും അദ്ദേഹം കുടുംബത്തോടൊപ്പം ഞങ്ങൾക്ക് ഇവിടെ ചെലവഴിക്കാനും കഴിഞ്ഞത്. ലയൺസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യ മുള്ളേരിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരവസരമാണ്. അപ്പോൾ നേരത്തെ നമ്മുടെ പുരുഷോട്ടം പറഞ്ഞ പോലെ നമുക്കൊരു ഒത്തുചൂട് നിങ്ങളൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു യൂട്യൂബിലായാലും അല്ലാതെയും നമുക്കൊരു ഒത്തുകൂടാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമാണ്. പുരുഷോട്ടനാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. നേരത്തെ തന്നെ നമ്മൾ ആരംഭിക്കേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ വൈകിയ വേള ആഘോഷിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലയൺസ് ക്ലബിൻ്റെ എല്ലാ മെമ്പേഴ്സും ഡോക്ടറുടെ 10 വർഷങ്ങളുടെ എല്ലാ കാര്യങ്ങളുമാണ്, അവസാന ഘട്ടത്തിലെ 10 വർഷങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനേക്കാളും മുമ്പിലെ ഒരു കാര്യങ്ങളും ഇവിടെ ആരും പറയുന്നത് കേട്ടിട്ടില്ല. അത് ഡോക്ടർ മാത്രമാണ് ചെറുപ്പത്തിൽ പഠിച്ചതും പിന്നെ അച്ഛൻ എന്നെ ഡോക്ടറാക്കണം എന്ന് പറഞ്ഞതും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ജനാർദ്ദൻ ഡോക്ടറാണ് നമ്മളെ പറഞ്ഞ് ബോധിപ്പിച്ചത്. അതുകൊണ്ട് ചില കാര്യങ്ങളെല്ലാം ഡോക്ടർ നമ്മളെ അടുത്ത് പറഞ്ഞിരുന്നു. MBBS കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ആദ്യം അച്ഛൻ്റെ മോഹമുണ്ടായിരുന്നത് നമ്മളെ അടൂരിലെ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നീ നടത്തണം എന്ന് ഡോക്ടറോട് ആദ്യം പറഞ്ഞത് അയാളുടെ അച്ഛൻ അപ്പയ്യൻ ചേരിക്കാർ എന്ന് പറയുന്ന വ്യക്തി ആണ്. അപ്പോൾ അതിനുശേഷമാണ് അടൂർ ആദ്യമായി അയാൾ പ്രൈവറ്റ് ക്ലിനിക്ക് അടൂരിൽ തുടങ്ങിയത്.